ഞങ്ങൾക്കാശ്രയം. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമമഹത്വത്തിനായി. ദിനം തോറും നിന്ദാനങ്ങളാ നിറയ്ക്കേണമേ ഞങ്ങളെ നീ. ദിനം തോറും നിന്ദാനങ്ങളാ നിറയ്ക്കേണമേ ഞങ്ങളെ നീ. തിരുഹിതമതുപോൽ നടന്നിടുവാനായി കനിവേകിടണേ നിന്റെ കാരുണ്യത്താൽ. തിരുഹിതമതുപോൽ നടന്നിടുവാനായി കനിവേകിടണേ നിന്റെ കാരുണ്യത്താൽ. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമമഹത്വത്തിനായി. അഴലേറുമി ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ. അഴലേറുമി ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ. വഴി കാട്ടിടണേ തുണ ചെയ്തിടണേ കനിവോടടിയങ്ങളെ കാത്തിടണേ. വഴി കാട്ടിടണേ തുണ ചെയ്തിടണേ കനിവോടടിയങ്ങളെ കാത്തിടണേ. സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമമഹത്വത്തിനായി. കാലയവനികൾക്കപ്പുറം മറഞ്ഞ മഹാരഥന്മാർക്ക് നടുവിൽ എന്നും ഉന്നതനായി ഉയർന്നവനായി നിൽക്കുന്ന ഒരേ ഒരുവനേയുള്ളൂ. അത് ഈ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആരുമില്ലാതിരുന്ന ഒരു കാലയളവിൽ അന്ധകാരത്താൽ ചുറ്റപ്പെട്ട മനുഷ്യരുടെ അരികിലേക്ക് ഈ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങിച്ചെല്ലുവാനായിട്ടിടയായി തീർന്നു. അവിടുന്ന് കടന്നു വന്ന അവിടുത്തെ ജീവൻ മാനവവർഗത്തിന് വേണ്ടി അർപ്പിച്ച് അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ വസിക്കുന്നവനാണ്. ആരുമില്ല എന്ന ഭാരപ്പെട്ടവനെയും മാറോട് ചേർത്തണച്ച് അവിടത്തേക്ക് പറയുവാനായിട്ടിടയായി തീർന്നു, നിനക്കാരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്. ഒരു വസ്തുതയെന്നൊന്ന് ഓർപ്പിക്കട്ടെ, ഈ കർത്താവ് ഏതൊരു ക്രിസ്തു ഭക്തൻ്റെയും പക്ഷക്കാരനാണ്. അവിടെ നിന്നാണ് എൻ്റെ പക്ഷം, അവിടെ നിന്നാണ് എൻ്റെ ജീവനെന്ന് അവന് പാടുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരിൽ ഇന്നുവരെയും ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഈ മഹൽ സ്നേഹത്തിനു മുമ്പാകെ മുട്ടുകൾ മടക്കുവാൻ, അവിടുത്തെ ഹൃത്തടങ്ങളിൽ ഏറ്റെടുത്തൊരു ദൈവമകനായി മകളായി തീരുവാൻ ഉന്നതനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് മറ്റൊരു ഗാനം കേൾക്കാം. ബ്രദർ ജോസ് മണി നമുക്കായി ആലപിക്കുന്നതായിരിക്കും.
നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്, നീയൻ സ്വന്തം, നീയൻ പക്ഷം. നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്, ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം അരുളും നാഥനേ. നീയൻ സ്വന്തം, നീയൻ പക്ഷം. നീറും വേളകളിൽ ചൂടേറിയ മരുയാത്രയതിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയതിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം. നീറും വേളകളിൽ ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം. നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്, ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം അരുളും നാഥനേ. നീയൻ സ്വന്തം, നീയൻ പക്ഷം. നീറും വേളകളിൽ കുറ്റത്തിൻ്റെ കറുത്ത കാരാഗ്രഹ ഭിത്തികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരായി പാപത്തിൽ നിന്നും വിമോചനം എവിടെയെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ഈ ലോകത്തിൽ വലഞ്ഞുപോയ മാനവരാശിയുടെ അരികിലേക്ക് ഉന്നതനായ ദൈവം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടുത്തെ സ്നേഹത്തെ ഏതെങ്കിലും ഒരു വ്യക്തി സംശയിക്കുന്നെങ്കിൽ
ഇന്ന് രാത്രിയിൽ ഒരു വസ്തുതയൊന്ന് പറയട്ടെ. നിങ്ങളുടെ കണ്ണുകളെ ആ കാൽവറിയുടെ ക്രൂശിൻ്റെ അരികിലേക്ക് ഉയർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അവിടെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതെത്ര വലിയ സ്നേഹമാണ്! എനിക്കായി സ്നേഹം നൽകുവാൻ അവിടുന്നല്ലാതെ മറ്റാരും തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നില്ല. എനിക്കായി രക്ഷ നൽകുവാൻ ഏകരക്ഷകനായി അവിടുന്നല്ലാതെ മറ്റാരും തന്നെയില്ല. ഇന്ന് രാത്രിയിൽ വീണ്ടും ഈ രക്ഷകനായ, ഉന്നതനായ, സ്നേഹവാനായ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. അവിടുത്തെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം ഇപ്പോൾ സഹോദരൻ ജീവൻ ആൻഡ് ആദിത്യ ആലപിക്കുന്നതായിരിക്കും. ഹലോ 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 സ്നേഹം തന്നു
മരണത്തെ വെല്ലുവിളിച്ച മഹാരഥന്മാരുടെ ചരിത്രം അത് എല്ലാവർക്കും മുൻപാകെ മലർക്കെ തുറക്കപ്പെട്ടതായിട്ടുള്ളൊരു സത്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഇന്നത്തെയൊക്കെ യൗവനക്കാരുടെ ആശയും ആവേശവുമായിരിക്കുന്ന ചെഗുവരയെ പോലുള്ള അനേകം മനുഷ്യർ കരീബിയൻ കാടുകളിൽ അന്തി ഉറങ്ങിക്കൊണ്ട് മരണത്തെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. അതിങ്ങനെയാണ്: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? അങ്ങനെ ആർത്തട്ടഹസിച്ച ചെഗുവരയെ പോലുള്ള എത്രയോ ആളുകൾ മരണം വഴിയായി അസ്തമിച്ചു പോയപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം മരണത്തെ വന്നുയർത്തെഴുന്നേറ്റവനായി ഉന്നതങ്ങളിൽ അധിവസിക്കുന്ന ദൈവമാണ്. അതെ, അവിടുന്ന് ഉന്നതനായ ദൈവമാണ്. ഉന്നതങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഉന്നതനായ കർത്താവാണ്. ആ കർത്താവിനെ പാടാനും പ്രസംഗിക്കുവാനൊക്കെ ലഭ്യമായത് എത്ര വലിയ ഭാഗ്യമാണ് എന്നുള്ള കാര്യം ഓർക്കുകയാണ്. ഈ കർത്താവ് വീണ്ടും മാനവരാശിക്കായിട്ട് കടന്നു വരികയാണ്. അല്ല, ദൈവമക്കൾക്കായിട്ട് കടന്നു വരികയാണ്. തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് വീണ്ടും പ്രത്യക്ഷനാകുവാനായിട്ട് പോവുകയാണ്. ഈ ദേശനിവാസികളോടൊരു വസ്തുത ഇങ്ങനെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഇന്നേ വരെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഉള്ളങ്ങളിൽ സ്വീകരിച്ചൊരു ദൈവമകനായി ദൈവമകളായി തീരാത്ത ഒരാളാണ് താങ്കളെങ്കിൽ കർത്താവിൻ്റെ ആ രണ്ടാം വരവിങ്കൽ കൈവിടപ്പെടുന്നവരായിട്ട് തീരുവാനിടയാകും. ഇവിടെ കേൾക്കുന്ന ഗാനങ്ങളിലൂടെ, ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന അനുഗ്രഹീതമായ പ്രഭാഷണ സത്യങ്ങളിലൂടെ ഈ സത്യം നിങ്ങളോട് അറിയിക്കുവാനായിട്ടിടയായി തീരുമ്പോൾ അത് ഹൃത്തടങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ക്രിയ ചെയ്യുവാൻ, ജീവിതത്തിനൊരു അനുഗ്രഹ വിഷയമായി തീരുവാൻ ഉന്നതനായ ദൈവം ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രത്യാശയെ ഉണർത്തുന്ന ഒരു അനുഗ്രഹീതമായ ഗാനം ബ്രദർ ജയേഷ് നമുക്കായിട്ട് ആലപിക്കുന്നതായിരിക്കും. കുഞ്ഞാടേ മഹത്വം, കുഞ്ഞാടേ സ്തോത്രം, എനിക്കായി തകർന്ന രക്ഷകാ സ്തോത്രം. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ആന്തയം നമ്മെ ചേർപ്പ വേഗത്തിൽ വന്നിടും, നിനയാത്ത നാളതിൽ വേഗത്തേരിൽ വന്നിടും. ആന്തയം നമ്മെ ചേർപ്പാൻ വേഗത്തിൽ വന്നിടും, നിനയാത്ത നാളതിൽ വേഗത്തേരിൽ വന്നിടും. ഒരുങ്ങാം ഒരുങ്ങാം ദൈവസഭ ഒരുങ്ങാം, ഒരുങ്ങാം ഒരുങ്ങാം ദൈവസഭ ഒരുങ്ങാം, ഒരുങ്ങാം ഒരുങ്ങാം അന്തനായി ഒരുങ്ങാം, ഒരുങ്ങാം ഒരുങ്ങാം അന്തനായി ഒരുങ്ങാം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തിടും, ജീവനോടെയുള്ളവർ രൂപാന്തരം
പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിടും. ജീവനോടെയുള്ളവർ രൂപാന്തരം പ്രാപിക്കും. കണ്ണിമയ്ക്കും മാത്രയിൽ പ്രിയരോട് ചേർന്നിടും. കോടകോടി ശുദ്ധരാ ആനന്ദത്താൽ പാടിടും. കണ്ണിമയ്ക്കും മാത്രയിൽ പ്രിയരോട് ചേർന്നിടും. കോടകോടി സുന്ദരാ ആനന്ദത്താൽ പാടിടും. കുഞ്ഞാടേ മഹത്വം, കുഞ്ഞാടേ സ്തോത്രം, എനിക്കായി പകർന്ന രക്ഷകാ സ്തോത്രം. എല്ലാ കണ്ണും കണ്ടിടും സുന്ദരരൂപനേ, എല്ലാ നാവും പാടിടും യേശു മഹാരാജനേ. എല്ലാ കണ്ണും കണ്ടിടും സുന്ദരരൂപനേ, എല്ലാ നാവും പാടിടും യേശു മഹാരാജനേ. എത്ര ആനന്ദം, ആമകൾ സമ്മേളനം, സുന്ദരത്ത് കൂടിടും ഹല്ലേലൂയ പാടിടും. എത്ര ആനന്ദം, ആമകൾ സമ്മേളനം, സുന്ദരത്ത് കൂടിടും ഹല്ലേലൂയ പാടിടും. കുഞ്ഞാടേ മഹത്വം, കുഞ്ഞാടേ സ്തോത്രം, എനിക്കായി പകർന്ന രക്ഷകാ സ്തോത്രം. കണ്ണീരില്ല നാടതിൽ, ദുഃഖമില്ല വീടതിൽ, മൃത്യുവില്ല നാടതിൽ, പ്രിയനെ ഞാൻ കണ്ടിടും. കണ്ണീരില്ല നാടതിൽ, ദുഃഖമില്ല വീടതിൽ, മൃത്യുവില്ല നാടതിൽ, പ്രിയനെ ഞാൻ കണ്ടിടും. ഹല്ലേലൂയ നാടതിൽ പ്രിയരൊത്ത് പാടിടും. പൊന്മുഖം ഞാൻ മുത്തിടും, ആനന്ദത്താൽ പാടിടും. ഹല്ലേലൂയ നാടതിൽ പ്രിയരൊത്ത് പാടിടും. പൊന്മുഖം ഞാൻ മുത്തിടും, ആനന്ദത്താൽ പാടിടും. കുഞ്ഞാടേ മഹത്വം, കുഞ്ഞാടേ സ്തോത്രം, എനിക്കായി പകർന്ന രക്ഷകാ സ്തോത്രം. കുഞ്ഞാടേ മഹത്വം, കുഞ്ഞാടേ സ്തോത്രം, എനിക്കായി പകർന്ന രക്ഷകാ സ്തോത്രം. കുറ്റത്തിൻ്റെ കറുത്ത കാരാഗ്രഹ ഭിത്തികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരായി വിമോചനത്തിനായിട്ട് കേഴുന്ന
മാനവകുലത്തിൻ്റെ അരികിലേക്ക് ദിവ്യ വെളിച്ചവുമായി കടന്നു വന്നവനാണ് ഉന്നതനായ കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുവാനായിട്ടിടയായി തീർന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ, വിമോചനത്തിൻ്റെ ശരിയായ പാന്താവിലേക്ക് ചുവടുവയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവർക്കും അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പാന്താവിലേക്ക് ചുവടുവയ്ക്കുവാൻ, നിത്യതയുടെ തീരത്തേക്ക് അടുത്തു ചെല്ലുവാൻ ഇടയായി തീരേണ്ടുന്നതിന് പാപങ്ങളുടെ മോചകനായ ഏകരക്ഷകനായ യേശു കർത്താവിനെ ഉള്ളങ്ങളിൽ കൈക്കൊണ്ട് ഒരു ദൈവമകനായി തീരുവാൻ, മകളായി തീരുവാൻ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. വീണ്ടും നമുക്കൊരു അനുഗ്രഹീതമായ ഗാനം കേൾക്കാവുന്നതാണ്. സിസ്റ്റർ അക്സ ആൻഡ് ആർഷ നമുക്കായിട്ട് ഒരു അനുഗ്രഹീതമായ ഗാനം ആലപിക്കുന്നതായിരിക്കും.
അടുത്തുകൂടാത്ത അത്യുച്ച വെളിച്ചത്തിൽ ആവസിക്കുന്ന അനന്തനായ ദൈവം അധപതിച്ച നരകോടികളെ ഓർത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വരിക മാത്രമല്ല, മരിക്കുക മാത്രമല്ല, അടക്കപ്പെടുക മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. അവിടുന്ന് പാപികളുടെ പാപത്തിനുള്ള പരിഹാരം വരുത്തിയതിനു ശേഷം അതെ അവിടെ നടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ ജീവിക്കുകയാണ്. ആ കർത്താവല്ലാതെ ഏക സത്യ ദൈവവുമായി മറ്റാരും തന്നെയില്ല. അങ്ങനെ മറ്റൊരു ഈ രക്ഷകനല്ലാതെ മറ്റൊരു രക്ഷകൻ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ രക്ഷകനെ പ്രസംഗിക്കണമായിരുന്നു. ഈ രക്ഷകനല്ലാതെ മറ്റൊരു രക്ഷകൻ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ രക്ഷകൻ്റെ പിന്നാലെ കൂടണമായിരുന്നു. മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളുടെ പിന്നാലെ പോകുന്ന എത്രയോ ആളുകളെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മരണത്തിനപ്പുറമായി ഒരു നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന, നിത്യജീവൻ നൽകുവാൻ കഴിവുള്ള ഉന്നതനായ ആ കർത്താവിൻ്റെ പിന്നാലെ കൂടിയ ഏതൊരു ക്രിസ്തു ഭക്തനും ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെക്കുറിച്ചൊരു ദൈവദാസൻ ഇപ്രകാരം എഴുതി വെച്ചു: അത് ജീവനുള്ള പ്രത്യാശയാണ്. ഈ ഏക സത്യ ദൈവമായ യേശു കർത്താവിനെ ഉള്ളങ്ങളിൽ സ്വീകരിച്ച് നിത്യതയുടെ അവകാശിയായി തീരുവാൻ ഉന്നതനായ ദൈവം നിങ്ങളേവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഏക സത്യ ദൈവമായ യേശു കർത്താവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഈ അർത്ഥം വരുന്ന അനുഗ്രഹീതമായ ഗാനം നമുക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ബ്രദർ ജോസ് മണി നമുക്കായിട്ട് ആലപിക്കുന്നു. ഹലോ ഹലോ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു. കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം. കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം. ഏക സത്യദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ.
പഞ്ചഭൂത നിർമ്മിതാവ് വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മിതാവ് വഞ്ചനയില്ലാത്തവനായി, ഇഞ്ചിൽ നേരം കൊണ്ടകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത, ഇഞ്ചിൽ നേരം കൊണ്ടകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ജീവിതത്തിൻ്റെ നിറങ്ങൾ മങ്ങി, സ്വപ്നങ്ങൾ മങ്ങി, ആശകൾക്കും പ്രതീക്ഷകൾക്കുമൊക്കെ വകയില്ലാത്തവരായി ജീവിത ചുവരുകളെ നോക്കി മരണം മാത്രമേ വഴിയുള്ളൂ എന്ന് കരുതി ജീവിക്കുന്ന മാനവകുലത്തോട് ഈ രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തു അവിടുന്ന് അവൻ്റെ ജീവിതത്തിന് സഹായിയായി ഉന്നതനായി നിത്യ ദൈവമായി കടന്നു വരുമ്പോൾ അവൻ ഈ കർത്താവിനെ പാടുവാൻ സ്നേഹിപ്പാൻ ഇടയായി തീരുമെന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അങ്ങനെയുള്ള ക്രിസ്തുഭക്തന്മാർ ഒരേ സ്വരത്തിൽ പാടുവാനായിട്ടിടയായി തീരും. അവിടുന്ന് എൻ്റെ സങ്കേതമാണ്, അവിടുന്ന് എൻ്റെ ബലമാണ്, അവിടുന്ന് എൻ്റെ കോട്ടയാണ്. അങ്ങനെ ആശകൾ നശിച്ച് പ്രതീക്ഷകളറ്റ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരാജയം സംഭവിച്ചു എന്ന് കണ്ട അനേകമായിരങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ വെള്ളി വെളിച്ചം കടന്നു ചെന്നത് അവരുടെ ജീവിതത്തിന് എത്ര അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങളും ഇന്നൊരേ സ്വരത്തിൽ ഈ കർത്താവിന് പാടുമ്പോൾ ഞങ്ങളും പാടുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കേതമാണ്, ഞങ്ങളുടെ ബലമാണ്, ഞങ്ങളുടെ കോട്ടയാണ്. ഈ കർത്താവിനെ വീണ്ടും പാടി സ്തുതിക്കാം. ബ്രദർ ജയേഷ് നമുക്കായിട്ട് ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഹലോ ഹലോ ദൈവവൻ ബലവും സങ്കേതവും കഷ്ടങ്ങളിലടുത്ത സഹായിയും. ദൈവവൻ ബലവും സങ്കേതവും കഷ്ടങ്ങളിലടുത്ത സഹായിയും. ആകയാൽ ഞാൻ ഭയപ്പെടില്ല, ഭൂതലവും മാറിടിലും പർവ്വതങ്ങൾ മാറി സാഗരമധ്യേ വീണാലും. പർവ്വതങ്ങൾ മാറി സാഗരമധ്യേ വീണാലും. കർത്താവൻ മഹത്വവും പരിചയം നിന്ന മധ്യേ എന്നെ ഉയർത്തുന്നവൻ. കർത്താവൻ മഹത്വവും പരിചയം നിന്ന മധ്യേ എന്നെ ഉയർത്തുന്നവൻ. ആകയാൽ ഞാൻ തളരുകില്ല, കർത്താവെന്നെ താങ്ങുകയാൽ നിന്ന
കർത്താവൻ രക്ഷകൻ സ്നേഹിതൻ, ദുഃഖങ്ങളിൽ ആശ്വാസദായകൻ. കർത്താവൻ രക്ഷകൻ സ്നേഹിതൻ, ദുഃഖങ്ങളിൽ ആശ്വാസദായകൻ. ആകയാൽ ഞാൻ കുലുങ്ങുകില്ല, സ്നേഹിതരും മാറിടിലും ഓർത്തിടാമെന്നോദിയവർ ഓടിയകന്നു പോയിടിലും. ഓർത്തിടാമെന്നോദിയവർ ഓടിയകന്നു പോയിടിലും. ദൈവമൻ ബലവും സങ്കേതവും, കഷ്ടങ്ങളിൽ അടുത്ത സഹായിയും. ദൈവമൻ ബലവും സങ്കേതവും, കഷ്ടങ്ങളിൽ അടുത്ത സഹായിയും. ആകയാൽ ഞാൻ ഭയപ്പെടില്ല, ഭൂതലവും മാറിടിലും പർവ്വതങ്ങൾ മാറി സാഗരമധ്യേ വീണാലും. പർവ്വതങ്ങൾ മാറി സാഗരമധ്യേ വീണാലും. ഇതുവരെയും അനുഗ്രഹീതമായ ഗാനങ്ങൾ ശ്രവിക്കുവാൻ തക്കവണ്ണം ഉന്നതനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചു. തുടർന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈകളെ തട്ടി ഒരു ഗാനം ആലപിക്കുവാനായിട്ട് പോവുകയാണ്. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്ന് തുടങ്ങുന്ന ഗാനം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാടുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഒരു പടി കൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷത്തിനെതിരും വ്യഭിചാരത്തിന് സ്വാതന്ത്ര്യവും കൽപ്പിക്കുന്ന നിയമസംഹിതകളുള്ള അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് നടുവിൽ ഏതൊരു ക്രിസ്തുഭക്തനും വളരെ സന്തോഷത്തോടുകൂടെ പറയുവാൻ സാധിക്കുന്ന സത്യം, യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുന്നതും യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നതും അതെത്ര മോദമാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള നിത്യമായ സന്തോഷം, അനുഗ്രഹീതമായ സന്തോഷം, പറഞ്ഞു തീരാത്ത സന്തോഷം, വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ഈ പാട്ട് നിങ്ങളുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഉന്നതനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി ഈ ഗാനം ആലപിക്കാവുന്നതാണ്. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ.
കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. എന്നു തീരും എന്റെ കഷ്ടം എന്നീ മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം എന്നീ മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ സുന്ദരത്വ പാടിയാർക്കുമേ, അന്നു തന്റെ സുന്ദരത്വ പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർന്നിടുമെന്നേ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നേ. തുല്യമില്ല ബോധത്തോടു വീണകിടന്തി, തുല്യമില്ല ബോധത്തോടു വീണകിടന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. അമ്മാനൂർ കോണം ബ്രദറൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിൽ ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ മണലിയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, അറിയപ്പെടുന്ന സുവിശേഷക പ്രഭാഷകൻ അനിലൻ എ അവറുകളാണ്. അദ്ദേഹത്തെ ഹാർദവുമായിട്ട് ഈ സുവിശേഷ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കായി സഭാ ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരും ഈ അനുഗ്രഹീതമായ വചനം ശ്രവിക്കണമേ എന്നുള്ള കാര്യവും പ്രത്യേകാല ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പൊന്നെടുത്ത കുഴിയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ബിജു ലാരിയോസ് അവറുകൾ മുന്നോട്ട് കടന്നു വന്ന ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രിയ സുവിശേഷകൻ അനിലൻ എ മണലി നമ്മോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തൃപ്പാദ സന്നിധിയിൽ ഈ വൈകിയ വേളയിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അടുത്തു വരുവാൻ സർവവല്ലഭനായിരിക്കുന്ന ദൈവത്തെ ഇന്ന് ഈ വൈകിയ വേളയിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപ കാണിച്ചു. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അവിടുന്ന് ഏറ്റവും ഉന്നതനായിരിക്കുന്ന ദൈവമായിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമായിരിക്കുന്ന കർത്താവായിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ള ഉന്നതനായിരിക്കുന്ന ദൈവമായിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ തൃപാദ സന്നിധിയിൽ ഇവിടെയുള്ള സ്ഥലസഭ പ്രാർത്ഥനയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം
കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപ കാണിച്ചു. അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ ഏക സത്യ ദൈവമേ ഉള്ളൂ എന്നുള്ള ആ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം. ആ വലിയവനായിരിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഇന്ന് രാത്രിയിലും അവിടുന്ന് ഇടയാക്കുന്നല്ലോ. അതിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മാത്രമാണല്ലോ ഏക രക്ഷാമാർഗം. അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര നല്ലവനായിരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ആ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ പാപമോചനത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ തീർത്ത ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുകയാണ്. ഞങ്ങളെ രക്ഷിച്ച ആ സന്ദേശത്തിന് ഇന്ന് രാത്രിയിലും സാക്ഷ്യം വഹിക്കുവാൻ കർത്താവെ ഈ പ്രദേശത്തെ അവിടുന്ന് ഇടയാക്കി തീർക്കുന്നു. അതിനായിട്ട് സ്തോത്രം. ഇവിടെയുള്ള സ്ഥലസഭയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു സഭയായിട്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ദേശത്തോടുള്ള കടപ്പാട് പിന്നെയും നിവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുന്നു. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, തുടർന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനവുമായിട്ട് അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, ക്രൂശിക്കപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ധാരാളം ദൈവകൃപ അവിടുന്ന് കൊടുത്ത് സഹായിക്കണമേ. ഇന്നത്തെ വചന കേൾവി ചില പാപികളുടെ കർത്താവെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കുന്ന ദൈവജനത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ശബ്ദത്തെയും വെളിച്ചത്തെയും അവിടുന്ന് നിയന്ത്രിക്കുന്നതോർത്ത് സ്തോത്രം. അനുകൂലമായ കാലാവസ്ഥ അവിടുന്ന് നൽകിയല്ലോ, അതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ ദാസനെ അവിടുത്തെ വചനത്താൽ നിറയ്ക്കണമേ. മാനവും മഹത്വവും അവിടുത്തേക്ക് തന്നെ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.